നമസ്കാരം സുഹൃത്തുക്കളെ, 27/7/2024 തിരുവനന്തപുരം ജില്ലയിൽ PSC നടത്തിയ ക്ലാർക്ക് ഗ്രേഡ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ് പരീക്ഷയുടെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒരു ടാങ്ക് നിറയാൻ 3 പൈപ്പുകൾ 1 മണിക്കൂർ 30 മിനിറ്റ് എടുക്കുന്നു. എന്നാൽ 2 പൈപ്പുകൾ ഉപയോഗിക്കുന്നത് വഴി ടാങ്ക് നിറയാൻ എത്ര സമയം വേണ്ടി വരും? ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു ടാങ്ക് ഉണ്ട്. ഈ ടാങ്കിനകത്ത് 3 പൈപ്പുകൾ പ്രവർത്തിക്കുന്നു. ഈ 3 പൈപ്പിലും കൂടെ ഇതിനകത്തേക്ക് വെള്ളം വീഴുകയാണ്. അപ്പോൾ 3 ടാപ്പിലെണ്ണം വെള്ളം അകത്തേക്ക് വീഴുമ്പോൾ ഈ ടാങ്ക് നിറയുന്നതിന് വേണ്ടി 1 മണിക്കൂർ 30 മിനിറ്റ് എടുക്കുന്നു. അപ്പോൾ 3 ടാപ്പുകൾ 1 മണിക്കൂർ 30 മിനിറ്റ്, അതായത് 1.5 മണിക്കൂർ. അങ്ങനെയെങ്കിൽ 2 പൈപ്പുകൾ ഉപയോഗിക്കുമ്പോൾ എത്ര സമയം എടുക്കുന്നു എന്ന് കാണാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ടാപ്പ് ഉപയോഗിക്കുമ്പോൾ എത്ര സമയം എടുക്കുന്നു. അപ്പോൾ 3 ടാപ്പുകൾ ഉപയോഗിക്കുമ്പോൾ 1 മണിക്കൂർ 30 മിനിറ്റ്, 1.5 മണിക്കൂർ. ഒരു ടാപ്പ് ഉപയോഗിക്കുമ്പോൾ ടാങ്ക് നിറയാൻ എടുക്കുന്ന സമയം ഇതിന്റെ 3 ഇരട്ടി ആയിരിക്കും. കാരണം 3 ടാപ്പുകൾ ഉപയോഗിച്ച് വെള്ളം നിറയുന്നതിന്റെ 3 ഇരട്ടി സമയം വേണം ഒരു ടാപ്പ് കൊണ്ട് വെള്ളം നിറയ്ക്കാൻ. 1.5 മണിക്കൂറിന്റെ 3 ഇരട്ടി എന്ന് പറയുന്നത് 4.5 മണിക്കൂർ, 4 മണിക്കൂർ 30 മിനിറ്റ്. അതായത് ഇതിന്റെ 3 മടങ്ങ്, 1.5യുടെ 3 ഇരട്ടി, 4 മണിക്കൂർ 30 മിനിറ്റ്. അങ്ങനെയെങ്കിൽ 2 ടാപ്പ്, അതാണ് നമ്മുടെ ചോദ്യം, 2 ടാപ്പ് ഉപയോഗിച്ച് ടാങ്ക് നിറയാൻ എത്ര സമയം എടുക്കും? ഇതിന്റെ പകുതി സമയം എടുക്കും. 4 മണിക്കൂർ 30 മിനിറ്റിന്റെ പകുതി 2 മണിക്കൂർ 15 മിനിറ്റ്. 4 മണിക്കൂറിന്റെ പകുതി 2 മണിക്കൂർ, 30 മിനിറ്റിന്റെ പകുതി 15 മിനിറ്റ്. അപ്പോൾ 2 ടാപ്പ് ഉപയോഗിച്ച് ടാങ്ക് നിറയാൻ എടുക്കുന്ന സമയം 2 മണിക്കൂർ 15 മിനിറ്റ്. 3 ടാപ്പുകൾ കൊണ്ട് വെള്ളം നിറയാൻ എടുക്കുന്ന സമയത്തിൽ നിന്ന് ഒരു ടാപ്പ് കൊണ്ട് വെള്ളം നിറയാൻ എടുക്കുന്ന സമയം 3 മടങ്ങാണ്. അതിൽ നിന്ന് 2 ടാപ്പുകൾ ഉപയോഗിച്ച് വെള്ളം നിറയ്ക്കാൻ അതിന്റെ പകുതി സമയം മതിയാകും.